വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. ഇപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾ കൂടി, എനിക്ക് തോന്നുന്നു ഒരു 8 ദിവസത്തോളമായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ ഈ ഇടയായിട്ട് എനിക്ക് അങ്ങനെ പറ്റുന്നേ ഇല്ല വീഡിയോ ഇടാനായിട്ട്. നമുക്ക് വീഡിയോ ഒക്കെ ഇടണമെങ്കിൽ നമ്മുടെ ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷവും കാര്യമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ എപ്പോഴും ഞാൻ എല്ലാവരെയും ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അയ്യോ അങ്ങനെ ചെയ്യണം, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ നമുക്ക് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ. നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഒരു തളർന്ന അവസ്ഥയിലാണ് ചില സമയങ്ങളിൽ നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ആഴ്ചയായിരുന്നു എൻ്റെ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നിനും പറ്റത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് ഒന്ന് ഓക്കെ ആയത്. പിന്നെ ഒരു ആക്റ്റീവായിട്ട് രാവിലെ എണീറ്റത് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ വിഷമങ്ങളുടെ ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ മേടിച്ചപ്പോഴത്തെ ഒരു കവറായിരുന്നു അത്. അപ്പം ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ പിള്ളേർ ചിലപ്പോൾ കരുതുന്ന ഒരു ഇതേ എൻ്റെ ഇങ്ങനെ നോക്കി എൻ്റെ ഫോൺ കവർ ഇത്രയും നാളായതാണല്ലോ, നമ്മളത് മാറാനോ ഒരെണ്ണം വേണം മേടിക്കണമെന്നോ അങ്ങനത്തെ ഒന്നും ആഗ്രഹവും ഇല്ല, ഞാൻ ചിന്തിക്കാറുമില്ല. പക്ഷേ അവനത് കണ്ടു, എൻ്റെ ഫോൺ കവർ ഒത്തിരി പഴയതാണല്ലോ എന്ന് വെച്ചിട്ട് അവൻ എനിക്ക് ഓർഡർ ചെയ്ത് കവർ വരുമ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. എന്നിട്ട് തന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഫോൺ കവറാണ് കേട്ടോ എന്ന് പറഞ്ഞു. സിലിക്കണിൻ്റെ ആണ്. അപ്പോൾ നമുക്കിതെന്തെങ്കിലും ചെളിയൊക്കെ പറ്റും, അന്നേരിച്ച് പെർഫ്യൂം അടിച്ച് തൂത്ത് കളഞ്ഞാൽ മതി ടിഷ്യൂ കൊണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ദാവീദ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോകാനായിട്ട് ഞങ്ങൾ കുറേ പേര് ഒരുമിച്ചാണ് പോയത്. ലീന, ആൽബി എല്ലാവരും ഉണ്ടായിരുന്നു. സുനുവിനൊന്നും അന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വൈകിട്ടാണ് പോയത്. അനു, പിള്ളേരെ എല്ലാവരും കൂടെയാണ് പോയത്. അപ്പം കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. ഞങ്ങൾ പോയത് സെക്കൻഡ് ഷോയ്ക്കാണ്. അപ്പോൾ അതിന് പോകാനായിട്ട് ലീനയൊക്കെ നമ്മുടെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോവുമായിരുന്നു ഇവിടുന്ന്. ഫാമിലിക്കൊക്കെ നമുക്ക് പോയിരുന്ന് കാണാനായിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. അപ്പം പിന്നെ അതിൻ്റെ കുറച്ചൊക്കെ ഒരു ഐഡിയ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നാണേലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഹൗസ്ഫുള്ളായിരുന്നു അന്ന് ഞങ്ങൾ പോയന്ന്. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ പോയായിരുന്നു. അപ്പം അന്നത്തെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ആരണ്ണ് ഇപ്പോൾ ഒരു 2 വർഷത്തോളം അവൻ്റെ സൈക്കിൾ അനക്കാതെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എക്സാമൊക്കെ ഇനി കഴിയുമ്പോഴത്തേക്കിനും അവൻ ഇടയ്ക്ക് സൈക്കിൾ ഇതിലേക്കൂടെ ഒക്കെ ഒന്ന് ഓടിക്കണം എന്ന് പറഞ്ഞതിനത് ഡെക്കാത്തലോണിൽ കൊടുക്കാനായിട്ട് അത് പാർട്സ് ആക്കിക്കൊണ്ടിരിക്കുക, വണ്ടിയെ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന്. പിന്നെ ഇവിടെ ആരൻ്റെ ഈ പറഞ്ഞ പോലെ ഫേവറേറ്റ് ആണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അതാണ് മിക്കവാറും അവന് വേറെ വെജിറ്റബിളിനോടൊന്നും ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ അതാണ് മിക്കവാറും അവന് ചോറിന് ഇഷ്ടം. വേറെ എന്തെങ്കിലും നോൺ വെജ് ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും അവൻ കഴിച്ചോളൂ. അപ്പം എളുപ്പത്തിൽ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിച്ച് സവാളയൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിടും. കാരണം ഉരുളക്കിഴങ്ങല്ല, ഗ്യാസിൻ്റെ പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടി ഇതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റും. എന്നിട്ട് അതിൻ്റെ ഒന്ന് പച്ചപ്പ് മാറുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ, ഉരുളക്കിഴങ്ങ് ഞാൻ നീളത്തിൽ നല്ല ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് വിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടേച്ച് നല്ലപോലെ ഇളക്കി. ഒട്ടും വെള്ളം ചേർക്കത്തില്ല. ഞാനിങ്ങനെ ഈ ആവി വെള്ളത്തിൽ തന്നെ, മൂടി വെക്കുമ്പം വരുന്ന ആവി വെള്ളത്തിൽ തന്നെ ഞാനിത് വേവിച്ചെടുക്കും. അപ്പം ഏകദേശം ഒരു ഫ്രൈ പോലെ കിട്ടും. അപ്പം വെള്ളം നമ്മൾ ചേർത്താൽ വേറൊരു രുചിയും കയറും. തന്നെയല്ല അതിൻ്റെ ആ ഒരു ശരിക്കുള്ള നല്ലൊരു ടേസ്റ്റ് അങ്ങ് പോവും. അപ്പോൾ ഇങ്ങനെ പിന്നെ നമ്മളിതെല്ലാം കൂടെ ഇളക്കിയിട്ട് മൂടി വെച്ച് ആ മൂടി വെക്കുന്ന ആവി വെള്ളത്തിൽ നമുക്ക് വെന്ത് കിട്ടി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ആറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ പിന്നെ കുടംപുളി രസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അതിന് ഞാൻ നമ്മുടെ വറ്റൽമുളക്, പിന്നെ വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം നല്ലപോലെ ചതച്ചിട്ട് കടുക് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് ഇതെല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ട് കുടംപുളി വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് ഞാൻ. എന്നിട്ട് ആ കുടംപുള്ളിയുടെ വെള്ളം ഇതിൻ്റെ അകത്ത് ചേർത്തു. പിന്നെ കായപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്തു. ഇത് ഞാൻ ഒരാൾ നമ്മളോട് പിന്നെ ഈ അമ്മച്ചി വീടാണ് ഇത്, കോട്ടയത്തുള്ളത്. അപ്പോൾ അത് അവിടെ അവർക്ക് എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഒന്ന് അന്വേഷിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ പോയപ്പോൾ ഞാൻ ജസ്റ്റ് അവിടുത്തെ ഇതെല്ലാം ഒന്ന് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ അന്ന് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എൻഗേജ്മെൻറ്റോ എന്തോ ഉണ്ട് വൈകിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ
അവർ ആ പ്രോപ്പർട്ടി മുഴുവൻ നമുക്ക് ആ ഒരു ദിവസത്തേക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തരും. അത് ഇൻഡോർ ചെയ്യണമെങ്കിൽ ഇൻഡോർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു പാർട്ടി ഹോള് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അതിൻ്റെ ആകെ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രോഗ്രാം ചെയ്യാൻ അന്നത്തെ ഫംഗ്ഷൻ ഉള്ളവർ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം അല്ല ഉച്ച സമയത്താണ് ഞാൻ പോയത്. അതുകൊണ്ട് എനിക്ക് ലൈറ്റും അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടുള്ള ഭംഗിയൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല രസമാണ്. ഈ വീട് ഇതിൻ്റെ ബെഡ്റൂം എന്തൊക്കെയുണ്ട്, ഇതൊക്കെ എല്ലാം നമുക്ക് അന്നൊരു ദിവസത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് നമുക്ക് തരും. ഇനി ഇത് ഞാൻ കുറച്ച് പച്ചക്കറിയെല്ലാം മേടിച്ചാണ്. കുറേ ആയിട്ട് ഓർക്കുന്നു ABC ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ്, ബീട്രൂട്ട്, കുക്കുംബർ എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇനിയിത് എല്ലാം എടുത്ത് അകത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത് ഒരു ചടങ്ങാണ്. അപ്പോൾ എല്ലാം എടുത്ത് ഞാനിങ്ങനെ പുറത്ത് വെച്ചേക്കുവാണ്. അപ്പം പ്രത്യേകിച്ച് വലിയ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത കുറേ ദിവസങ്ങൾ കൂടി ഞാൻ വീഡിയോ ഇട്ടതാണ്. പിന്നെ അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.